എല്ലാവരെയും ഒരിക്കൽ കൂടി ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് മാഗി വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മാഗിയിൽ അവർ തന്നിരിക്കുന്ന പാക്കറ്റ് മസാല ഇതിലേക്ക് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. എല്ലാ പ്രാവശ്യം ഒരുപോലെ ചെയ്യുന്നതിലും കുറച്ച് വ്യത്യസ്തമായിട്ട് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പം അതിലേക്ക് വേണ്ടിയിട്ട് 2 പാക്കറ്റ് മാഗിയാണ് എടുത്തിരിക്കുന്നത്. എടുക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒരു വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3 പച്ചമുളക്, ഒരു തക്കാളി. പിന്നെ ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ക്യാരറ്റ്, ബീൻസ്, ഉരുളക്കിഴങ്ങ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നേരത്തെ വേവിച്ച് വെച്ചതാണ്. എടുത്തിരിക്കുന്നത് മാഗിയുടെ തന്നെ ചിക്കൻ സ്റ്റോക്കാണ്. ഇത് ഓപ്ഷണലാണ്. ഇത് ഇടാതെ വേണമെങ്കിലും ഉണ്ടാക്കി നോക്കാം, കുഴപ്പമൊന്നുമില്ല. ആദ്യം നമുക്ക് മാഗി ഒന്ന് വേവിച്ചെടുക്കണം. വേവിച്ചെടുക്കുമ്പോൾ തന്നെയാണ് നമ്മൾ ഇതിനകത്ത് മാഗിയുടെ ചിക്കൻ സ്റ്റോക്ക് ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനകത്ത് 2 പാക്കറ്റ് ഉണ്ട്, ചെറിയ 2 പാക്കറ്റാണ്. അതിൽ ഒരു പാക്കറ്റ് മാത്രം ഇതിലേക്ക് ഞാൻ ചേർക്കുന്നുള്ളൂ. മാഗിയുടെ കൂടെ വരുന്ന പാക്കറ്റ് മസാല ചേർത്തിട്ടുള്ളത് നമ്മൾ എപ്പോഴും ഉണ്ടാക്കി നോക്കുന്നതുകൊണ്ടാണ് ഒന്ന് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞാൻ ഈ റെസിപ്പി ഉണ്ടാക്കി നോക്കിയ സമയത്ത് മാഗിയുടെ ചിക്കൻ സ്റ്റോക്ക് ആഡ് ചെയ്യാതെയാണ് ആദ്യം ഉണ്ടാക്കി നോക്കിയത്. പക്ഷെ അത് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ 2 രീതിയിലും ഉണ്ടാക്കി നോക്കിയാലും കുഴപ്പമില്ല. മാഗി വെച്ചിട്ടുള്ള ഏത് റെസിപ്പി ചെയ്താലും അതിലേക്ക് സ്കിപ്പ് ചെയ്യാതെ ചേർക്കേണ്ട ഒരു സാധനമാണ് വെളുത്തുള്ളി. അപ്പോൾ വെളുത്തുള്ളി വെച്ചിട്ട് നമ്മൾ മാഗി പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇത് എനിക്ക് ഒരു ടിപ്പ് കിട്ടിയത് ഞാൻ പല ചാനലും കണ്ട സമയത്ത് അതിൽ നിന്നൊരു ഏതോ ചാനലാണെന്ന് ഓർമ്മയില്ല, അതിലേതോ ഒരു ചാനലിൽ കിട്ടിയ ഒരു ഇൻഫർമേഷനാണ്. ശേഷം വെളുത്തുള്ളി ഇട്ടിട്ട് ഞാൻ മാഗി പ്രിപ്പയർ ചെയ്യുമ്പോൾ എല്ലാം ഒരു നല്ല ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ടിപ്പ് പറഞ്ഞു തന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള തക്കാളിയും പച്ചമുളകൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. ഇതിലേക്ക് ചെറുതായി അരിഞ്ഞിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പം ഈ തക്കാളിയും പച്ചമുളകും എല്ലാം വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ സാധാരണ കറികൾക്കൊക്കെ ആഡ് ചെയ്യുന്ന മസാലയാണ് ഞാനിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. പച്ചമുളകെല്ലാം അവരവരുടെ എരിവിനനുസരിച്ച് ചേർത്താൽ മതി. ഇവിടെ 3 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. പിന്നെ തക്കാളി എടുക്കുമ്പോഴത്തേക്കും നല്ല പഴുത്ത തക്കാളിയാണ് എടുക്കാൻ നോക്കുക. ഞാനിവിടെ അങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് ആവശ്യമായ പൊടികൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ഈ 3 പൊടികൾ മാത്രമേ ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ അളവ് ഞാൻ ചേർക്കുമ്പോൾ പറഞ്ഞുതരാം. അതുപോലെ തന്നെ മാഗിയുടെ ചിക്കൻ സ്റ്റോക്ക് ആഡ് ചെയ്യുന്നതുകൊണ്ട് നമ്മളിവിടെ ഉപ്പ് ചേർക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ചേർക്കാവുള്ളൂ. നമ്മൾ ഒരുപാട് ഉപ്പ് ചേർക്കുകയാണെങ്കിൽ നേരത്തെ ചേർത്തത് ചിക്കൻ സ്റ്റോക്കിൽ നിന്നുള്ള ഉപ്പും കൂടെ വരും, വളരെ കൂടിപ്പോവും. അതുപോലെ തന്നെ ഇവിടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇടാൻ പോകുന്നത്. 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല. ഈ 3 പൊടികളെല്ലാം കൂടെ ചേർത്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് വഴറ്റിയെടുക്കുക. അതിൻ്റെ പച്ചമണം പോകുന്ന പോലെ വഴറ്റിയെടുത്തതിന് ശേഷം റെഡിയാക്കി വെച്ചിരിക്കുന്ന മാഗി അതിലേക്ക് ചേർത്താൽ മതി. അപ്പം ഇതിന് ഇത്രയേ ചേർക്കാനുള്ളൂ. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നല്ലവണ്ണം മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സിമ്പിളായിട്ടുള്ള മാഗി റെസിപ്പി റെഡിയായി കഴിഞ്ഞു. അപ്പം ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ ഒരു രീതിയിൽ എപ്പോഴും നമ്മൾ പാക്കറ്റ് മസാല യൂസ് ചെയ്തിട്ടാണ് മാഗി റെഡിയാക്കി എടുക്കുക. അപ്പം അത് മാറ്റിയിട്ട് നമ്മുടെ സാധാരണ നമ്മൾ ഉപയോഗിക്കാറുള്ള മസാല ചേർത്തിട്ട് മാഗി പ്രിപ്പയർ ചെയ്താലും നല്ല ടേസ്റ്റാണ്. അപ്പം ഇനി അതിലേക്ക് വേണ്ടിയിട്ട് വേറെ വെജിറ്റബിൾസ് ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇവിടെ ഞാനൊന്ന് മല്ലിയില വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ മാഗിയുടെ റെസിപ്പി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പം ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.